തൊഴിലുറപ്പ് സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രചരണത്തിൽ വലിയ രീതിയിൽ ആക്ഷേപമുണ്ടാക്കുന്ന തരത്തിലുള്ള മുദ്രാവാക്യം മുഴങ്ങി എന്നതാണ് CPM-ന്റെ ഒരു ആക്ഷേപം. ഷാഫി പറമ്പിൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണ വേളയിൽ പിന്നീട് ഞാനും കണ്ടു സോഷ്യൽ മീഡിയയിൽ LDF തൊഴിലുറപ്പ് സ്ത്രീകളെ ചേർത്ത് പിടിച്ചുകൊണ്ട്. യഥാർത്ഥത്തിൽ അതൊരു മുദ്രാവാക്യത്തിൻ്റെ ഒരു ഈണത്തിനനുസരിച്ച് പാടിയതാണോ അതല്ല മനഃപൂർവ്വം അവഹേളനമുണ്ടോ? അതിൽ ടീച്ചർ എന്താ? ഒരിക്കലും അല്ല. ഇവരെ ഒരു സൈബർ സംഘമോ എന്താ പറയേണ്ടതെന്നറിയില്ല. ഒരു സെറ്റ് എതിർ സ്ഥാനാർത്ഥിയുടെ കൂടെയും എതിർ മുന്നണിയുടെ കൂടെയും ഉണ്ട്. അവരുടെ പ്രധാന ജോലി വ്യക്തികളെ അവഹേളിക്കലും ആളുകളെ ഇങ്ങനെ ഇകഴ്ത്തലുമാണ്. അവരുടെ വിചാരം അതാണ് വോട്ട് നേടാൻ എളുപ്പമെന്നാണ്. തൊഴിലുറപ്പുകാരുടെ ഞാൻ പറയാം. അതിനു മുമ്പ് എന്നെ വ്യക്തിപരമായിട്ട് ഈ സൈബർ സംഘമാണ് കുഴപ്പമുണ്ടാക്കുന്നത്. സൈബർ സംഘം എന്ന് വെച്ചാൽ അതിന് നേതൃത്വം കൊടുക്കുന്നത് UDF-ന്റെ ചില നേതാക്കളാണ്. UDF-ലെ ചില നേതാക്കൾ നേതൃത്വം നൽകുന്ന സൈബർ സംഘം വ്യക്തിപരമായി ആക്ഷേപിക്കുന്നു. മാത്രവുമല്ല ഈ പറയുന്ന രീതിയിലുള്ള ആരോഗ്യകരമല്ലാത്ത പ്രചരണവും നടത്തുന്നു. നോക്കൂ അരുൺ, തൊഴിലുറപ്പിന്റെ എനിക്ക് പറയണം. മുമ്പ് ഞാൻ പറയുന്നത് ഒരു പ്രത്യേക ഒരു പ്രോൺ ചിത്രം എടുത്തിട്ട് അതിന്റെ തല മാറ്റിയിട്ട് എന്റെ തല വെച്ച് അടിയിൽ വൃത്തികെട്ട കേട്ടാൽ അറക്കുന്ന ഭാഷ എഴുതിയിട്ട് ഫേസ്ബുക്കിലിട്ടു. എന്താ ഇവരുടെ വിചാരം? ഈ ചായ ഈ ചൂട് സമയത്ത് ചൂടയുടെ ശാന്തി എന്നാണല്ലോ, ഉഷ്ണയുടെ ശാന്തി. അപ്പോ ഇവരുടെ വിചാരം എന്താ? കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസ് ആയാലും ലീഗ് ആയാലും മാർക്സിസ്റ്റ് ആയാലും എല്ലാറ്റിലും കുറെ നല്ല മനുഷ്യരില്ലേ? കേട്ടില്ലേ? ഇനി UDF-നകത്തായാലും എല്ലാവരും മോശക്കാരാന്നൊന്നും ഞാൻ പറയില്ല. അതിനകത്ത് ഞങ്ങൾ UDF ആണ് ടീച്ചർ, പക്ഷെ ടീച്ചർ ചെയ്തത് അംഗീകരിക്കുന്നു എന്ന് പറയുന്ന ഒട്ടേറെ സഹോദരങ്ങളുണ്ട്. എന്നെ അവർക്കറിയാം. ഈ വൃത്തികെട്ട പ്രോൺ ചിത്രം കണ്ടിട്ട് അതാണ് ശൈല ടീച്ചർ എന്ന് കരുതുന്നു വിചാരിച്ചോ? മോർഫിംഗ് നടത്താൻ അശ്ലീലമായ ചിത്രങ്ങൾ അടക്കം വെച്ച് കൂട്ടാൻ മടിയില്ലാത്തവരാണ്. അത് അവരുടെ ഇടയിലുള്ളവർ തന്നെ പ്രതികരിച്ചോളും. ഇനി തൊഴിലുറപ്പ് തൊഴിലാളികൾ, നമ്മുടെ കേരളത്തിലെ ജോലി ചെയ്യുന്ന സ്ത്രീകൾ അവരെത്ര അന്തസ്സോടെയാണ് തൊഴിലുറപ്പ് പദ്ധതി അറിയാലോ. ഒന്നാം UP ഗവൺമെന്റിന് ഇടതുപക്ഷം സപ്പോർട്ട് ചെയ്യുമ്പോൾ ഞങ്ങളുടെ അടക്കം സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് ഈ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് പാസ്സാക്കിയത്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനന്ന് മഹിളാ അസോസിയേഷന്റെ കേന്ദ്ര കമ്മിറ്റിയിൽ ഇരിക്കുമ്പോൾ ആക്ട് പാസ്സാവുന്നതിന് മുമ്പേ സഖാവ് ബൃന്ദ കാരാട്ട് ഇതിന്റെ ഡ്രാഫ്റ്റുമായി വന്നിട്ട് ഞങ്ങളുടെ മഹിളാ അസോസിയേഷന്റെ കമ്മിറ്റിയിൽ ചർച്ച ചെയ്തിരുന്നു. എന്തെങ്കിലും ഭേദഗതി വേണോ നിങ്ങൾക്ക്? നമ്മളിത് സോണിയാഗാന്ധിയെ കാണാൻ പോവുകയാണ് ഇതുമായിട്ടെന്ന് പറഞ്ഞിട്ട്. അന്ന് സോണിയാഗാന്ധിയെ കണ്ടിരുന്നു അവരെല്ലാം. അപ്പം ഞങ്ങൾ ചർച്ച ചെയ്ത് അഭിപ്രായം പറഞ്ഞിരുന്നു. ആ തൊഴിലുറപ്പിന്റെ ഭാഗമായി ഇന്ന് രാജ്യത്തിന്റെ നാനാഭാഗത്തും ഒരുപാട് കുടുംബങ്ങൾ ജീവിക്കുന്നത് തൊഴിലുറപ്പ് ജോലി ചെയ്തിട്ടാണ്. എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടിയാണ്. ജോലി കൊടുത്തിട്ടില്ലെങ്കിൽ പണം കൊടുക്കണം. അപ്പോൾ ആ സ്ത്രീകൾ ആരൊക്കെയാണ്? എല്ലാവരും എന്താ ഇടതുപക്ഷ മുന്നണിന്റെ സ്ത്രീകളാ? കോൺഗ്രസിന്റെ വീട്ടിലെ എത്ര സ്ത്രീകൾ തൊഴിലുറപ്പിന്റെ ജോലിക്ക് പോകുന്നുണ്ട്? മുസ്ലിം ലീഗിന്റെ ഇവരുടെ വിചാരം ഇവരെല്ലാം വലിയ ഹൈഫൈ ആണ് എല്ലാവരും. എത്ര പാവപ്പെട്ട മുസ്ലിം സ്ത്രീകൾ ചിലപ്പോൾ ലീഗിന്റെ കുടുംബമായിരിക്കാം തൊഴിലുറപ്പിന്റെ ജോലിക്ക് പോകുന്നുണ്ട്. ആക്ഷേപിച്ചില്ലേ? ഓരോരുത്തരുടെയും സംസ്കാരമാണ്. ഇങ്ങനെ അനുവദിച്ചു. തൊഴിലുറപ്പിൻ പെണ്ണുങ്ങളല്ല വിളിക്കുന്ന മുദ്രാവാക്യാണ് ഞങ്ങൾ കരുത്ത് കണ്ടോളി വടകരയുടെ. യഥാർത്ഥത്തിൽ ഡോക്ടർ 10-25,000 സ്ത്രീകളെയും വെച്ചിട്ടാണ് ഞങ്ങളുടെ വനിതാ സംഗമം നടന്നത്. ഞങ്ങൾ നിർബന്ധിച്ച് കൊണ്ടുവന്നൊന്നല്ല. ഒഴുകി എത്തിയിട്ട് അവസാനം ഗ്രൗണ്ടിൽ കയറാൻ കഴിയുന്നില്ല ആളുകൾക്ക്. വടകരയിൽ 25,000-ലേറെ സ്ത്രീകളാണ്. നിങ്ങളാരും വന്നില്ല പക്ഷേ രാത്രി അതൊന്ന് പകർത്താൻ. ഞങ്ങൾക്കാണെങ്കിൽ ഇവരുടെ അത്ര ഈ ഗിമ്മിക്ക് കാണിക്കാനുള്ള ഇതില്ല. ഒറിജിനലായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കാന്നല്ലാതെ അത്രയധികം സ്ത്രീ പങ്കാളിത്തം. അത് കണ്ടിട്ടാണ് എന്നാൽ ഞങ്ങളും ആയിക്കോട്ടെ അവരും കൂട്ടിക്കോട്ടെ. 1-2,000 സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഈ 25,000 സ്ത്രീകളുടെ ഞങ്ങളിത് കഴിഞ്ഞിട്ടാണ് ഇത്. ആയിക്കോട്ടെ, അതവർക്ക് വലിയ സംഖ്യയാണ്. എന്നിട്ടാണ് പറയുന്നത് ഞങ്ങളുടെ കരുത്ത് കണ്ടോളി. അത് വിളിക്കാം. അതിന് മറുപടി വടകര അല്ല. എന്നിട്ട് എന്താ വിളിച്ച്? ഇത് തൊഴിലുറപ്പിൻ പെണ്ണുങ്ങളല്ല, എതിർ സ്ഥാനാർത്ഥിയുടെ പടയാണ്. തൊഴിലുറപ്പിൻ പെണ്ണുങ്ങളല്ല. എന്താ തൊഴിലുറപ്പിന് മോശം? തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് അന്തസ്സോടെ ജോലി ചെയ്ത് ജീവിക്കുന്ന പ്രവർത്തനമല്ലേ? സ്ത്രീകളാകെ ഭയങ്കര വിഷമത്തിലാണ്, അവർ പ്രതിഷേധത്തിലാണ്. കേരളത്തിലുടനീളം തൊഴിലുറപ്പ് തൊഴിലാളികൾ, അവർ മാർക്സിസ്റ്റ് പാർട്ടിക്കാരൊന്നും അല്ല കേട്ടാ, അവർ LDF അല്ല. എല്ലാവരും അവരെല്ലാം ചേർന്ന് അതിശക്തമായ പ്രതിഷേധം UDF-നെതിരെ നടത്തുകയും ചെയ്യും, പ്രതികരിക്കുകയും ചെയ്യും. താങ്ക് യു ശൈലജ ടീച്ചർ. എനിക്ക് അറിയാം തിരക്കുണ്ട് എന്ന് എനിക്കറിയാം. അപ്പോൾ നന്നായി വരട്ടെ. ചൂട് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക. മുൻ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ആരോഗ്യം നമുക്ക് വേണ്ടപ്പെട്ടതാണല്ലോ. താങ്ക് യു ടീച്ചർ. താങ്ക് യു.